ഒരു സേമിയ ഐസ് തയ്യാറാക്കിയാലോ? അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ ഞാൻ. കറക്റ്റ് ശരിയാവുമോ എന്നറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ ചെയ്ത് വന്നപ്പോൾ അടിപൊളിയായി കിട്ടിയിട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്തതെന്ന് നോക്കിയാലോ? ആദ്യം സേമിയ നമുക്ക് നെയ്യിൽ നന്നായി വറുത്തെടുക്കണം കേട്ടോ. നന്നായി വറുത്ത് അതിൻ്റെ കളർ ചേഞ്ച് വരണം കേട്ടോ. ഇതുപോലെ നല്ല കളർ ചേഞ്ച് വരണം. എന്നിട്ട് നമുക്കത് ആറാൻ വയ്ക്കാം കേട്ടോ. ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് പാൽ നന്നായി തിളയ്ക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഞാൻ ഫുള്ളും ഒറിജിനൽ പാൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 1/4 ഭാഗമേ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആറിയ സേമിയ അതിൽ ഇട്ടിട്ടുണ്ട്. നന്നായി തിളച്ച് വന്ന് വെന്ത് കുറുകി വരും കേട്ടോ. ആ ടൈമിലാണ് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. ആവശ്യത്തിലധികം തന്നെ നന്നായി പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു മധുരം പ്രത്യേക ടേസ്റ്റ് ആണല്ലോ നമ്മുടെ ഐസിന്. അപ്പോൾ അതൊക്കെ ഇട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് ആറാൻ വേണ്ടി വെച്ചു കേട്ടോ. ആറാൻ വെച്ച ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്താലോ? ഞാൻ ഇവിടെ 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 ഗ്ലാസ്സിലും ഫുള്ളായി ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഓൾറെഡി ഐസ് കഴിച്ചതിൻ്റെ കോലാണ് കേട്ടോ. അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തണം. അത് ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസ് ആവാൻ വേണ്ടി വെക്കുക മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ കേട്ടോ. നല്ല ടേസ്റ്റോടുകൂടിയ സേമിയ ഐസ് റെഡി.